ഇനി ഇൻ്റഗ്രേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷനാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഡിനോമിനേറ്ററിൽ ഇത് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള വഴിയാണ് ആദ്യം പറയണത്. ഡിനോമിനേറ്ററിൽ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി, ഇതുണ്ടോ? എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് മൈനസ് ബി, ഇതുണ്ടോ? ഓരോ കഷ്ണങ്ങളായി വെച്ചിട്ടുണ്ടാവും. ഇതിൽ മൊത്തം 5 ടൈപ്പ് ഉണ്ട്. തൽക്കാലം തലേ ദിവസം ഇതൊന്നും നോക്കി പരിചയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 3 ടൈപ്പോ അല്ലെങ്കിൽ ഈ ഫസ്റ്റത്തെ ടൈപ്പെങ്കിലും വൃത്തിയായി പഠിച്ചു പോവാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും അധികം നിങ്ങളോട് എക്സാമുകളൊന്നും ചോദിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റത്തെ 3 ടൈപ്പോ അല്ലെങ്കിൽ 2 ടൈപ്പെങ്കിലും പഠിച്ചു പോവാം. ഞാനിവിടെ ഫസ്റ്റത്തെ മെത്തേഡ് വൃത്തിയായി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലാക്കുക. ഡിനോമിനേറ്ററിൽ ഇതുപോലെ കഷ്ണങ്ങളായിട്ടുണ്ടെങ്കിൽ, അതായത് എക്സ് മൈനസ് ബി, ന്യൂമറേറ്ററിലൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആവാം, അല്ലെങ്കിൽ ഒരു നമ്പർ മാത്രം ആവാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളത് ചൂസ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഇൻ്റഗ്രൽ അല്ല കേട്ടോ ഇത്, അതും കൂടെ പറയട്ടെ. ഇതിൻ്റെ ഇൻ്റഗ്രൽ അല്ല ഇത്. ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതുക, എന്നിട്ട് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതായത് ഈ രൂപത്തിന് എക്സ് മൈനസ് എൻ്റെ ഒരു ഭാഗം, എക്സ് മൈനസ് ബിൻ്റെ മറ്റൊരു ഭാഗം എന്നുണ്ട്. അപ്പോൾ ഈ എയും ബിയും നിങ്ങൾ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് പരിപാടി. അപ്പോൾ ഒരുപാട് തവണ പ്രീവിയസ് വന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡി എക്സ്. നിങ്ങൾ നോക്കി നോക്കുക. ന്യൂമറേറ്ററിൽ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഡിനോമിനേറ്ററിൽ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റത്തെ കേസാണ് അല്ലേ, എ ബൈ ഫസ്റ്റത്തെ ഫാക്ടർ ബി പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ബൈ, നിങ്ങൾ ഈ എക്സിനെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അത് വിട്ടേക്ക്, അത് നിങ്ങൾ ആലോചിക്കുക വേണ്ട. എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 എന്ന് വെറുതെ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. അതായത് ഈ ടേം കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഈ ഇവിടെ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. മുകളിലും താഴെയും വെട്ടിക്കളയും, ബാക്കി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 കട്ട് ചെയ്ത് പോകും, ബാക്കി എക്സ് പ്ലസ് 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എ. അടുത്ത എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് 2 കട്ട് ചെയ്തിട്ട് എക്സ് പ്ലസ് 1 ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ജസ്റ്റ് ബ്രാക്കറ്റ് പൊളിക്കുക. അപ്പോൾ എ ഇൻറ്റു എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ്, 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2a. അപ്പോൾ ഞാൻ എക്സ് ഉള്ളതൊക്കെ ഓരോരുത്തർ വരാൻ വേണ്ടിയിട്ടേ എ എക്സ് ആദ്യം എഴുതിയിട്ടുണ്ട്. ഇനി അതുപോലെ എക്സിൻ്റെ ഇവിടെ നിന്ന് കിട്ടും ബി ഇൻറ്റു എക്സ് ബി എക്സ്. അപ്പോൾ എ എക്സും ബി എക്സും ആദ്യം എഴുതി, പിന്നെ ഒരു 2 ഇൻറ്റു എ 2a, 1 ഇൻറ്റു ബി ബി. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, എക്സ് ഉള്ളത് എ എക്സും ബി എക്സും ഉണ്ട്. അപ്പോൾ ഞാൻ എ പ്ലസ് ബി എക്സ് എന്ന് എഴുതിക്കൂടെ? എക്സ് പുറത്തേക്ക് എടുത്തിട്ടേ എഴുതാം. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് ഉള്ളത് മറക്കണ്ട കേട്ടോ, അത് ആവശ്യമുണ്ട്. പ്ലസ് 2a പ്ലസ് ബി. ഇനി ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക, ഇതാണ് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ. ഇക്വേറ്റിംഗ് കോഷ്യൻസ് ഓഫ് എക്സ്, എക്സിൻ്റെ കോഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്. രണ്ട് സൈഡിൽ ഈക്വൽസിൻ്റെ ഇടതുഭാഗത്തും ഉണ്ടാവും വലതുഭാഗത്തും ഉണ്ടാവും ടേംസ്. അതിൽ എക്സ്, ഇവിടെ ഒരു എക്സേ ഉള്ളൂ, ഇവിടെ എ പ്ലസ് ബി ടൈംസ് എക്സ് ഉണ്ട്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നായേ പറ്റുള്ളൂ. കോഷ്യൻസ് ഓഫ് എക്സ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി ഈക്വൽ ടു 1 കിട്ടും, ബി ഈക്വൽ ടു 1 മൈനസ് എന്ന് എഴുതാം. എനിക്ക് എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ്. ഇവിടെ 2 ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇവിടെ 2a പ്ലസ് ബി ആണുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് എക്സ് ഇല്ലാത്ത ടേം 2a പ്ലസ് ബി. ഇവിടെ എക്സ് ഇല്ലാത്ത ടേം എന്താണല്ലോ? ഒന്നുമില്ല, അതായത് 0 ആണ് അവിടെ. അതായത് 2a പ്ലസ് ബി 0 ആയേ പറ്റുള്ളൂ. അപ്പോൾ കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്താൽ 2a പ്ലസ് ബി ഈക്വൽ 0 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ 1 മൈനസ് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണം, അത് നിങ്ങളുടെ ചോയ്സ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബി ഈക്വൽ ടു 1 മൈനസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ ബിക്ക് 1 മൈനസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ 2aയും ഒരു മൈനസ് എയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു എ പോയി. അപ്പോൾ എ പ്ലസ് പിന്നെ ഒരു 1 ഉണ്ട്, എ പ്ലസ് 1 ഈക്വൽ 0, എ ഈക്വൽ ടു മൈനസ് 1 കിട്ടും. ഓക്കെ, എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് എ ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് മൈനസ് 1 ആണ് 2 അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതലാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ട് എടുത്തോളൂ. നിങ്ങൾ എല്ലാം ഇക്വേറ്റ് ചെയ്തിട്ട് ഓക്കെ, അല്ല മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ എയും ബിയും കണ്ടുപിടിക്കുക. എയും ബിയും കണ്ടുപിടിക്കുകയാണ് പിന്നെ ചെയ്യേണ്ടത്. ഓക്കെ, എന്നാലേ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്കിപ്പോൾ എഴുതാം എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 പകരം എക്ക് പകരം -1, അതായത് -1 ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബിക്ക് പകരം 2. അപ്പോൾ 2 ബൈ എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന ഇൻ്റഗ്രൻ്റ്, തന്ന ഫംഗ്ഷനെ നമുക്ക്
ഇങ്ങനെ മാറ്റി എഴുതി. അങ്ങനെ മാറ്റി എഴുതാനുള്ള ഗുണം എന്താ? സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ -1/x+1 പ്ലസ് ഇൻ്റഗ്രൽ 2/x+2. -1 നമുക്ക് പുറത്തേക്ക് എഴുതാം 1/x+1 ആണ്. നിങ്ങളതിനെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1/x+1 അല്ലേ. നിങ്ങൾ x+1 = u ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇത് എഴുതാം ലോഗ് മോഡ് x+1 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എഴുതാം ലോഗ് മോഡ് താഴെ എന്താണോ ടേം അത് പ്ലസ് പിന്നെ 2 കോൺസ്റ്റൻ്റ് അല്ലേ അവൻ പുറത്തേക്ക് എടുക്കാം. ഇവിടെ അതെ 2 പുറത്തുണ്ടാവുന്നേ ഉള്ളൂ ലോഗ് മോഡ് x+2. അപ്പോൾ -ലോഗ് മോഡ് x+1 പ്ലസ് 2 ലോഗ് മോഡ് x+2 പ്ലസ് സി. നിങ്ങൾ ഇത്രയെങ്കിലും ആൻസർ എഴുതി വയ്ക്കുക. ഈ ലോഗ് വെച്ചിട്ട് കുറച്ച് അറേഞ്ച്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത്രയെങ്കിലും നിങ്ങളുടെ ഫൈനൽ ആൻസർ വേണം. കുറച്ചും കൂടെ സിമ്പിളായ ഉത്തരം കിട്ടണം നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ഈ 2 ലോഗ് മോഡ് x+2 ആദ്യം എഴുതി -ലോഗ് മോഡ് x+1 പിന്നെ എഴുതി അപ്പുറത്തേക്ക് എഴുതി. ഇനി 2 പവറാക്കി എഴുതി ലോഗ് മോഡ് x+2² മൈനസ് അങ്ങനെ എഴുതി ലോഗ് a മൈനസ് ലോഗ് b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് a/b ആയതുകൊണ്ട് ഇത് ഫൈനൽ ആൻസറായിട്ട് വേണമെങ്കിൽ ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയൊക്കെ ചെയ്യാം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതുവരെയെങ്കിലും എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രൂപത്തേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയുമോ? സിമ്പിളായിട്ട് ഫൈനൽ ആൻസർ എഴുതാം. ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി 2-3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതൊക്കെ പ്രീവിയസ് കണ്ടതാണ്. ഇതാണ് ചെയ്തത് x/x+1 x+2. ഇത് x-1/x-2 x-3. ഇത് കണ്ടു കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ ആണെന്ന് ഓർക്കുക. ഇവിടെ അതെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ മെത്തേഡ് പഠിഞ്ഞോ അങ്ങനെ കൺഫേം ചെയ്യാം. ഈവൻ ഇതിൽ പോലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ ഇങ്ങനെ 2 ഫാക്ടറായി നിൽക്കുന്നുണ്ടോ? ധൈര്യമായിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാൻ പറ്റിയ മെത്തേഡുകളാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു രണ്ടാമത്തെ കാറ്റഗറിയും കൂടെ പഠിച്ചു പോയിക്കോളൂ. px+q/, അതായത് മുകളിലൊരു ഫസ്റ്റ് ഡിഗ്രി താഴെ ഒരു ഇങ്ങനെ സ്ക്വയറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അവിടെ വേണമെങ്കിൽ മേലത്തെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇനി പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കാൻ സമയമുള്ളവരും താഴത്തെ കൂടെ നോക്കിക്കോളൂ. മേലെ സെക്കൻഡ് ഡിഗ്രി പോലുള്ളവർ മേലത്തെ നിങ്ങൾ കൺസേൺ ആവണ്ട. താഴെ ഒരു 3 ഫാക്ടറൊക്കെ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ 3 കഷ്ണമാക്കി മാറ്റാം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഓക്കെ, ഇതാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻസ്.